അടുത്തതായി മലപ്പുറം മച്ചിങ്ങൽ മുണ്ടുപറമ്പ് ബൈപ്പാസ് സ്ഥിതി ചെയ്യുന്ന നെക്സ ടൈൽസിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. കണ്ടിട്ട് വരാം. നമസ്കാരം. കേരള ഗൈഡിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഗൈഡിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ മച്ചിങ്ങൽ മുണ്ടുപറമ്പ് ബൈപ്പാസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനത്തെയാണ്. ഒരു ടൈൽ ഷോറൂം, 8500 സ്ക്വയർ ഫീറ്റിലധികം വിപുലമായി കിടക്കുന്ന ഒരു ടൈൽ ഷോറൂമാണത്. നെക്സ ടൈൽസ്. നെക്സ ടൈൽസിന്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടറിയാം. നെക്സ ടൈൽസിന്റെ ഉടമസ്ഥനായ ജസീർ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സർ, നമസ്കാരം. നമസ്കാരം. ലൈവ് TV കേരളയുടെ കേരള ഗൈഡ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സാർ, ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇവിടെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് 8 വർഷം കഴിഞ്ഞു. 8 വർഷം. എങ്ങനെയാണ് ഈ 8 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചേർന്നത്? എത്തിച്ചേർന്നെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ടിങ് ഈ ഫീൽഡ് ടൈൽ ഫീൽഡിലേക്ക് വന്നിട്ട് 20 വർഷത്തോളമായി. അന്ന് മുതലേ ടൈലിന്റെ മാർക്കറ്റിംഗ് ലെവലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടൈലിനെ പറ്റി കൂടുതലായി പഠിച്ച് പിന്നെ ഡയറക്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിനു മുൻപ് 8 വർഷത്തിന് മുൻപായിട്ട് മഞ്ചേരി ഹോൾസെയിൽ ഡിപ്പോ ഉണ്ടായിരുന്നു. അത് ഹോൾസെയിലും ഡിപ്പോ ക്യാൻസൽ ചെയ്തിട്ട് ഡയറക്റ്റ് കണ്ടെയ്നറുകൾ കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട്. അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലോഡുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ജോലി ചെയ്ത് വന്നതിന് ശേഷം അതേ ഫീൽഡ് തന്നെ തുടരാൻ വേണ്ടിയിട്ട് ഫീൽഡ് തന്നെ ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീട്ടുകാരുടെ സൈഡിൽ നിന്നും സുഹൃത്തുക്കളുടെ സൈഡിൽ നിന്നും ഒക്കെ എങ്ങനെയായിരുന്നു? സപ്പോർട്ട് ഉണ്ടായിരുന്നോ അതോ? നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതി തന്നെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ പോയി. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്സ ടൈൽസിലേക്ക് തിരിച്ചു വരാം. നെക്സ ടൈൽസിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നെക്സ ടൈൽസിൽ മെയിനായിട്ട് ചെയ്യുന്നത് മാർബോർഡ് വെട്രിഫൈഡ് ടൈൽസുകളാണ്. വെട്രിഫൈഡ് ടൈൽ ചെയ്യുന്നുണ്ട്, സെറാമിക് ടൈൽ ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ സോൾ ബോഡി ടൈലുകൾ ചെയ്യുന്നുണ്ട്, പിന്നെ സാനിറ്ററി വെയർ, CP ഫിറ്റിങ്സ്, അങ്ങനെ ക്യാബിനറ്റ്, വാഷ് ബേസിൻസ്, അങ്ങനെ കംപ്ലീറ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. ഈ വെട്രിഫൈഡ്, സെമി വെട്രിഫൈഡ്, സെറാമിക് എന്നൊക്കെ പറയുന്ന ആ ടൈലുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നത് വാട്ടർ അബ്സോർവിങ്ങിന്റെ പ്രശ്നമാണ് വരുന്നത്. സെറാമിക് ടൈലുകൾ പറഞ്ഞാൽ വാട്ടർ അബ്സോർവിങ് കൂടുതലായിരിക്കും. വെട്രിഫൈഡ് ടൈല് എന്നാൽ വാട്ടർ അബ്സോർവിങ് വളരെ കുറവായിരിക്കും ഉണ്ടാവുക. അത് വീടുകൾക്ക് ഉപയോഗിക്കുന്ന ടൈമിൽ ലൈഫ് ടൈം നമുക്ക് കിട്ടും. മറ്റേ സെറാമിക് ടൈലായി കഴിഞ്ഞാൽ ഒരു മാക്സിമം 5 ഇയർ ആയി കഴിഞ്ഞാൽ കംപ്ലൈൻസ് വരും, മാറ്റേണ്ടതായിട്ട് വരും. ഓക്കെ. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഈ ടൈൽസിന്റെ ക്വാളിറ്റി പറഞ്ഞപ്പോൾ മാർക്കറ്റിൽ പല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ വരുന്നുണ്ട്. ഇപ്പോൾ മുമ്പ് ചൈനയിൽ മെറ്റീരിയൽ വന്ന പോലെ ഇപ്പൊ നമ്മൾ പറയുന്ന ക്വാളിറ്റിയിൽ ഫാക്ടറിക്കാർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മുൻപൊക്കെ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നു. സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ് മെറ്റീരിയൽ. സ്റ്റാൻഡേർഡ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ല. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് അതിന്റെ ഹീറ്റിങ്ങും അതിലൊന്ന് ക്ലാന്റെ വെയിറ്റ് കുറക്കുക, അതേപോലെ അതിന്റെ ഗ്ലേസിങ് ക്വാണ്ടിറ്റി കുറക്കുക, മാക്സിമം അതിൽ എന്തൊക്കെ കുറക്കാൻ പറ്റും അത്രയും കണ്ടന്റ് കുറച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പുറത്തിറക്കുന്നത്. അപ്പൊ വീട്ടുകാർക്ക് എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഇപ്പൊ ഇഷ്ടം പോലെ ഷെഡ് ടാർപ്പായി കെട്ടിയിട്ടും ഇങ്ങനായിട്ട് പല ടൈലുകളും കിട്ടുന്നുണ്ട്. സ്റ്റാൻഡേർഡ് നമ്മൾ ചെയ്യുന്ന ആ റേറ്റിന് പ്രീമിയം ക്വാളിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേ റേറ്റിന് പ്രീമിയം ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡിന്റെ അതേ റേറ്റിന് പ്രീമിയം ക്വാളിറ്റി ചെയ്യുന്നുണ്ട്, പ്രീമിയം കൊടുക്കുന്നുണ്ട്. മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് നെക്സ ടൈൽസിനെ വേറിട്ട് നിർത്തുന്നത് എന്താ വെച്ചാല് നമ്മള് മെയിനായിട്ട് ചെയ്യുന്നത് തന്നെയാണ് കസ്റ്റമർക്ക് ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്, ആ റേഞ്ച് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മളിപ്പോ 8 വർഷം സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതലേ ചെയ്യുന്ന സംഭവമാണ്. ഇതല്ലാതെ മറ്റെന്തൊക്കെ സർവീസുകളാണ് ഇപ്പം കസ്റ്റമേഴ്സിന് നമ്മളിവിടെ കൊടുക്കുന്നത്? ചില കസ്റ്റമർക്ക് പിന്നെ വീടുണ്ടാക്കിയിരുന്ന ടൈലിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മളെ ഇവിടുന്ന് എക്സിക്യൂട്ടീവ് പോയിട്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കും. അവർ ഏത് ഏരിയയിൽ എങ്ങനെ ടൈൽ ഒട്ടിക്കാം, അതേപോലെ അതിന്റെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരെ വീട്ടിൽ പോയിട്ട് മെഷർമെന്റ് എടുത്തിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ മറ്റുള്ള എല്ലാ സാനിറ്ററിന്റെ സെക്ഷൻ ആണെങ്കിൽ പോലും, സാനിറ്ററിന്റെ സർവീസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അവർ വിളിച്ചു പറഞ്ഞ സ്പോട്ടിൽ തന്നെ നമ്മൾ സർവീസ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കമ്പനിന്റെ ഭാഗത്ത് നിന്ന് ഡിലേ വന്നാലും നമ്മൾ സർവീസറെ വിട്ടിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ടൈൽസിന്റെ ഒക്കെ റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വരുന്ന ടൈൽസ് എത്രയായിരിക്കും റേറ്റ്? നമ്മൾ 4x2 ഇപ്പൊ മെയിൻ ആയിട്ട് എല്ലാ കസ്റ്റമർക്കും വേണ്ടത് 4x2 ടൈലാണ് വേണ്ടത്.
അതിപ്പോ മാർക്ക് അല്ല, ഇതല്ല, വേറെ സൈസാണ്. ഇത് 800-1600 എന്ന് പറയും. നേരെ വലിയ ടൈലാണ്. 4.2 ഒരു മിഡിൽ കസ്റ്റമർ ആണെങ്കിൽ 4.2 ഇപ്പൊ കൂടുതൽ എടുക്കുന്നത്. അതിപ്പോ മാർക്കറ്റിൽ സ്റ്റാൻഡേർഡ് എല്ലാവരും സെയിൽ ചെയ്യുന്ന റേറ്റ് 38 രൂപ റേഞ്ചിലാണ്. നമ്മൾ പ്രീമിയം കൊടുക്കുന്നത് 37-നാണ്. സ്റ്റാൻഡേർഡിനേക്കാൾ റേറ്റ് കുറച്ചിട്ടാണ് പ്രീമിയം കൊടുക്കുന്നത്. ഓക്കെ. അപ്പം ബാക്കി കൂടിയ ടൈല് വരുമ്പോഴത്തേക്കോ കൂടിയ ടൈല് 4x10 കൂടിയ റേഞ്ചിലുള്ള സാധനം വരുന്നുണ്ട്. 48, 55 ആ റേഞ്ചിൽ വരുന്നുണ്ട്. 48 രൂപയുടെ മെറ്റീരിയൽ വന്നിട്ട് 55 വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഏറ്റവും വലിയ സൈസ് ഏതാണ് ഇവിടെ വരുന്നത്? വലിയ സൈസ് 6x4 6x4 ടൈലാണ് ഏറ്റവും വലിയ ടൈലായി വരുന്നത്. 8x4 ഉണ്ടായിരുന്നു. അപ്പൊ മാർക്കറ്റിൽ കസ്റ്റമർക്ക് തന്നെ എൻക്വയറി കുറഞ്ഞ കാരണത്താൽ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ 6x4 ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 6x4 8160 ആണ് ഈ ടൈല്. പിന്നെ അതേപോലെ 4x2 ടൈല്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് ഈ കസ്റ്റമേഴ്സ്, നമ്മുടെ പ്രേക്ഷകർ, അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഈ ടൈൽ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാനിറ്ററി വെയർ സെലക്ട് ചെയ്യുമ്പോൾ, അപ്പൊ അവർക്കൊരു ഉപദേശം കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും സാർ ഒന്ന് പറയാമോ? സാനിറ്ററി വെയർ എടുക്കുന്ന ടൈമിൽ പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും വില കുറഞ്ഞ സാനിറ്ററി വെയർ വേണം, അതുപോലെ ടൈൽ എടുക്കുന്ന ടൈമിൽ ഏറ്റവും വില കുറഞ്ഞത് വേണമെന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ വിഡ്ഢിത്തരാണ്. ചില ഒരു വീട് നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ അതിന്റെ കല്ലായിക്കോട്ടെ, സിമെന്റ് ആയിക്കോട്ടെ, കമ്പിയായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് ബെസ്റ്റ് ക്വാളിറ്റി നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതൊക്കെ ബിൽഡിങ്ങിനുള്ളിൽ പോകുന്ന മെറ്റീരിയലാണ്, പെയിന്റ് ആണെങ്കിൽ പോലും. അപ്പം ടൈൽ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഫൈനൽ സ്റ്റേജ് ആണ്. ഇപ്പൊ എല്ലാവരും പോകലും കാലയെടുക്കുന്ന ടൈമാണ്. പക്ഷെ എന്നാലും അവരെന്ത് ചെയ്യും, സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ ചിലർ 60% ആൾക്കാർ ഇപ്പൊ സ്റ്റാൻഡേർഡിലേക്കാണ് പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഇപ്പൊ മുൻപ് പറഞ്ഞാൽ ഇപ്പൊ ഒരു 2 വർഷം 3 വർഷം മുമ്പൊക്കെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഒന്നും മാർക്കറ്റിൽ കിട്ടാനില്ലായിരുന്നു. എന്നുവെച്ചാൽ അന്ന് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്ന് വെച്ചാല് ഫാക്ടറിയിൽ നിന്ന് തെരഞ്ഞിട്ട് അതിന്റെ റിജക്റ്റഡ് മെറ്റീരിയലാണ് വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല വരുന്നത്. ഇപ്പൊ വരുന്ന അങ്ങനെ വെച്ചാല് അതായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാണ് കമ്പനി. സ്റ്റാൻഡേർഡായിട്ട് പ്രൊഡക്ഷൻ ചെയ്തെടുക്കുകയാണ്. എല്ലാ ലെവലിലും കുറച്ച് മെറ്റീരിയൽ കണ്ടന്റുകൾ കുറച്ച് എവിടെയൊക്കെ കോസ്റ്റ് കുറക്കാം എന്നുള്ള ലെവലിൽ മെറ്റീരിയൽ കുറച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇപ്പൊ പ്രീമിയം ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് 2 പീസ് വരുന്ന ബോക്സ് 29 കിലോ വെയിറ്റ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ക്വാളിറ്റിന്റെ വെയിറ്റ് വന്ന് 24.5 കിലോ വെയിറ്റേ വരുന്നുള്ളൂ. പക്ഷെ കസ്റ്റമർ കാണുമ്പോൾ എല്ലാം സെയിം ആണ്, തിക്നെസ് സെയിം ആണ്. ഒരു ബോക്സിന്റെ അത് 2 പീസാണ് വരുന്നത്, എല്ലാം സെയിം ആണ്. പക്ഷെ അതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് 24.5 കിലോ ആണ് വെയിറ്റ് വരുന്നുള്ളൂ. 24-24.5 കിലോ വെയിറ്റ് വരുന്നുള്ളൂ. പ്രീമിയം ക്വാളിറ്റി 29, 28, 29 കിലോ വെയിറ്റ് വരുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ കസ്റ്റമറിന്റെ മുമ്പിൽ അത് കസ്റ്റമർ വഞ്ചിക്കപ്പെടും. ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എടുത്തിട്ട് പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ ആകെ സ്ക്വയർ ഫീറ്റിന്റെ മേലെ 2 രൂപയുടെ മാറ്റം വരുന്നുള്ളൂ. പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ ലേ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ടെൻഷൻ ഇല്ല, ഡാമേജ് ഇല്ല, കളർ വേരിയേഷൻ ഉണ്ടാവില്ല, ബെൻഡ് ഇല്ല, ഒന്നുമില്ല. അവർക്ക് ജോയിന്റ് ഇട്ട് വിരിക്കാം. പക്ഷെ സ്റ്റാൻഡേർഡ് എടുത്തു കഴിഞ്ഞാൽ അത് സ്പൈസറിട്ട് തന്നെ വിരിക്കണം. സ്പൈസറിന് ഇതേപോലെ ഗ്യാപ്പ് ഇട്ട് വിരിക്കണം. ഈ ഗ്യാപ്പ് ഇട്ട് വിരിക്കണമെങ്കിൽ ലേബർ ചാർജ് കൂടുകയാണ് ചെയ്യുന്നത്. ഒരു സ്ക്വയർ ഫീറ്റിന് 8 to 10 സ്ക്വയർ ഫീറ്റ് 8 രൂപ 10 രൂപ കൂടുന്നുണ്ട്. അപ്പൊ ഒരു 1000 സ്ക്വയർ ഫീറ്റ് എടുത്ത കസ്റ്റമർക്ക് ലേബർ ചാർജിന് 8000-10,000 കൂടുന്നുണ്ട്. പ്ലസ് അതിന് ഗ്യാപ്പിൽ ഫില്ല് ചെയ്യുന്ന അപ്പോക്സി എന്ന മെറ്റീരിയൽ ഉണ്ട്, അതിന് പ്ലസ് ഒരു 6000-7000 വരും. അത് അവർ കസ്റ്റമർ അത് നോക്കുന്നില്ല. വാങ്ങുന്ന ടൈമിലുള്ള ആ ഒരു കുറവ് മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. തുച്ഛമായ ലാഭം മാത്രമാണ്. അതെ അതെ. ഓക്കെ. ഇനിയിപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഈ 8 വർഷമായി എന്ന് സാറ് പറഞ്ഞല്ലോ, ഈ 8 വർഷം കൊണ്ട് സാറിന്റെ ബിസിനസ് അതിന്റെ ഒരു വളർച്ച എങ്ങനെയാണ്? നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പുതിയ ബ്രാഞ്ച് വണ്ടൂര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്താണ് ഇനോഗ്രേഷന്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്ര ഒരു ഡിസ്പ്ലേ സെന്റർ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അന്ന് ഗോഡൌൺ നമ്മൾ ചെറിയ ഗോഡൌൺ ഉണ്ടായിരുന്നു. അന്ന് ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഗോഡൌൺ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ഗോഡൌൺ 25,000 സ്ക്വയർ ഫീറ്റ് ഗോഡൌൺ പുതിയതായിട്ട് നമ്മൾ തൊട്ടടുത്ത് 25,000 സ്ക്വയർ ഫീറ്റ് ഗോഡൌൺ ഉണ്ട്, സ്റ്റോക്ക് പോയിന്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിസ്പ്ലേ സെന്ററിന് 8500 സ്ക്വയർ ഫീറ്റിന്റെ മേലെ ഡിസ്പ്ലേ ഉണ്ട്. അന്ന് ആകെ 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഡെവലപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കസ്റ്റമർ നമ്മൾ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കയറി വരുന്നത്. ഓക്കെ. ഇനിയിപ്പം ഒരു നെക്സ്റ്റ് ഒന്ന് ഇപ്പം നമ്മളിപ്പം ഉയർന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് സാർ പറഞ്ഞു. ഒരു ഭാവി പരിപാടി എന്ന നിലയിൽ എന്തൊക്കെയാണ് സാർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഭാവിയില്ല, നമുക്ക് ബ്രാഞ്ചസ് 2-3 ബ്രാഞ്ച് പുതിയ ഓപ്പൺ ആക്കുന്നുണ്ട്. ഒരു ബ്രാഞ്ച് ഇവിടെ വണ്ടൂര് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഒരു 9000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അവിടെ വണ്ടൂർ ആ ഏരിയയിൽ
നിലമ്പൂർ വണ്ടൂർ ഏരിയ ഏറ്റവും വലിയ ഷോറൂം തന്നെ ആയിരിക്കും അവിടെ. അതിന്റെ അടുത്ത് അങ്ങനത്തെ ഒരു ഷോറൂം അവിടെ ഡിസ്പ്ലേ സെന്റർ അവിടെ ഇതുവരെ ഒന്നും ഇല്ല, നിലവിലില്ല. അപ്പൊ അത്രയും ഒരു റേഞ്ചിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ കാലിക്കറ്റിൽ ഒരു പ്ലാനിങ് ഉണ്ട് ഇപ്പോൾ ഒരു പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, എന്തായാലും ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. വീണ്ടും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ. നെക്സ ടൈൽസിന്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ വ്യത്യസ്തമായതും പുതുമയാർന്നതുമായ സംരംഭങ്ങളെയും സ്ഥാപനങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കേരള ഗൈഡ് വീണ്ടും നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. വീണ്ടും കാണാം. നന്ദി.